അടുത്ത വീട്ടിലെത്തി ആളില്ലേ, പള്ളിപ്പറമ്പിൽ എന്നാണ് ഈ വീട്ടുപേര്. നമ്മളിവിടെ ഉണ്ട്. നമസ്കാരം, നമസ്കാരം. നമസ്കാരം, വന്നാട്ടെ. അതാ ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ, ഫുട്ബോൾ കളിക്കാരും ഒക്കെ ഉണ്ടല്ലോ. വന്നാട്ടെ. നമസ്കാരം ചേട്ടാ, എന്താ പേര്? ക്ലീറ്റസ്. വരൂ വരൂ വരൂ. എന്താ പേര്? റസിൽ. വരൂ മോളെ. ഹായ്. എന്താ പേര്? ആഹാ, അശ്വിൻ. സിയ. വന്നാട്ടെ. അമ്മയും മോനും. ശരി. മോന്റെ പേര് അതുൽ. ഓക്കെ. ഇത്രയും കുട്ടികൾ ഈ വീട്ടിൽ തന്നെയാണോ? അല്ല, പല പല വീടുകളിൽ നിന്നാണ്. ഈ വാ കയറി വെക്കണം. ഞങ്ങൾ മാങ്ങയായിട്ടാണ് വന്നേക്കണം. മാങ്ങ ആർക്കെങ്കിലും വേണോ? മാങ്ങ താല്പര്യമില്ല ആർക്കും. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? സുഖമായിട്ട് പോകുന്നു? സുഖമായിട്ട് പോകുന്നുണ്ട്. ഇനി വാർത്തകൾ അങ്ങോട്ട് കയറി ഇരിക്കുന്നില്ല, ഇതിന് സമയമില്ല. ഇപ്പം തീരാറായി, നമ്മുടെ വാർത്ത തീരാറായി. വാർത്തയൊക്കെ കാണാറുണ്ടല്ലോ? കാണാറുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ജീവിതം അങ്ങനെ പോകുന്നു. കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളിയാണ്. ഇപ്പോഴും പോകുന്നുണ്ട്? കടപ്പുറത്ത് ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പൊ എത്ര വയസ്സായി കാണും? 66. വയസ്സിലും കടലിൽ പോയി യുദ്ധം ചെയ്തിട്ടാണ് വരുന്നത്. രാവിലെ എപ്പോഴാണ് പോകാറ് പൊതുവെ? രാവിലെ ചിലപ്പോൾ വെളുപ്പിന് 2 മണിക്ക് 3 മണിക്കൊക്കെ പോകും. എത്ര പേരുള്ള ബോട്ടാണ് പോകുന്നത്? ഞങ്ങളൊരു 7 പേരുണ്ടാവും. 7 പേരുള്ള ബോട്ട് പോകും. എത്ര ദൂരം വരെ പോകും? 15 കിലോമീറ്റർ വരെ പോകും. 15 കിലോമീറ്റർ വരെ ഉൾക്കടലിൽ പോകും അല്ലേ? ഈ എപ്പോഴെങ്കിലും ഈ കാലാവസ്ഥ പ്രതികൂലമായി അല്പം ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടുണ്ട്? ഒരുപാട് തവണ അല്ലേ? അപ്പോഴൊക്കെ എന്താ ഒരു മനസ്സിന്റെ കരുത്തുണ്ട്? ധൈര്യം കൈവിടിയല്ല. ധൈര്യം കൈവിടുകയില്ല അല്ലേ? വരെ എത്താമെന്നുള്ള പ്രതീക്ഷ തന്നെ പോയിരുന്നു. മകളാണോ മരുമകളാണോ? മരുമകളാണ്. മകളെ പോലെയാണ്. മകൻ എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് പോയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ജീവിതം ഹാപ്പി ആയിട്ട് പോകുന്നു. പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? 1 മാസം കിട്ടി. 1 മാസത്തെ കിട്ടി. ഇനി ഒരു 5-6 മാസത്തെ കിട്ടാനുണ്ട് അല്ലേ? അപ്പൊ കടപ്പുറത്തെ പൊതുവേ ആൾക്കാരുടെ ജീവിതം എങ്ങനെ? ബുദ്ധിമുട്ടാണ്. എന്തിനാണ്? പക്ഷെ നിങ്ങളുടെ മത്സ്യത്തിനൊക്കെ നല്ല വില. ഇപ്പൊ ഞങ്ങൾ പുറത്തെ കേര ചോദിച്ചപ്പോൾ 1 കിലോയ്ക്ക് 300 രൂപയെന്നാ പറഞ്ഞത്. 400 രൂപ. മത്സ്യം കിട്ടുന്നില്ല. അത് പുറത്തുനിന്ന് കൊണ്ടുവന്ന മീനാണ്. പുറത്തുനിന്ന് കൊണ്ടുവന്ന മീൻ. ഇവിടെ മത്സ്യം കുറവാണ്. എന്താ കുറയാൻ കാരണമായിട്ട്? അതറിയത്തില്ല. അതെനിക്ക് വലിയ വള്ളങ്ങൾ വന്ന് പിടിച്ചോണ്ട് പോകുന്നതാണോ? വലിയ ഇൻബോർഡൊക്കെ അല്ല, വലിയ പുറത്തുള്ള മീനൊക്കെ വന്ന് വലിയ കപ്പലൊക്കെ വന്ന് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ രാവിലെ 15 കിലോമീറ്റർ പോയി എപ്പോഴാണ് തിരിച്ചു വരുന്നത്? സാധാരണ 8 മണിയാകുമ്പോൾ കര. വൈകുന്നേരം? രാവിലെ 8 മണിക്ക് വരും. അപ്പൊ രാത്രി പോയിട്ട് രാവിലെ 8 മണിക്ക് വരും. രാവിലെ പോയിട്ട് 8 മണിക്ക്? അല്ല, വെളുപ്പിന് 3 മണിക്ക് പോയിട്ട് രാവിലെ 8 മണിക്ക് കൂടെ കര വരും. 8 മണി 5 മണിക്കൂർ കടലുണ്ട് അല്ലേ? അപ്പോഴേക്ക് കുറച്ച് മത്സ്യം കിട്ടും. കിട്ടിയാൽ നമ്മൾ അത് കൊടുത്ത് ചിലപ്പോൾ 50 കിലോ കിട്ടും, ചിലപ്പോൾ 100 കിലോ കിട്ടും. കിട്ടുന്ന ദിവസം 100 കിട്ടിയാൽ രക്ഷപ്പെട്ടു. പക്ഷേ തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അല്ലേ? ഒന്നും കിട്ടാത്ത ദിവസമുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ആലപ്പുഴ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ കടലിൽ ആർക്കാണ് ഇത്തവണ കൂടുതൽ മീൻ കിട്ടുക? ബോട്ട് മീൻ കിട്ടുന്നത് നമ്മുടെ ആരിഫിനായിരിക്കോ, KC-ക്കായിരിക്കോ, ശോഭയ്ക്കായിരിക്കോ? 3 പേരും ഒപ്പത്തിനൊപ്പം. അല്ല, ഒപ്പത്തിനൊപ്പമാണ്. ആണോ? അങ്ങനെ തന്നെയാണോ? എവിടുന്നാ കല്യാണം കഴിച്ച് വന്നത് ഇങ്ങോട്ട്? കണ്ണൂർ ജില്ലയിൽ. കണ്ണൂരോ? കണ്ണൂർ എവിടുന്ന്? കണ്ണൂർ അഴീക്കലിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അഴീക്കൽ കടപ്പുറമാണല്ലോ? ആണോ? അപ്പൊ അഴീക്കലിൽ നിന്ന് ആലപ്പുഴ വന്നപ്പോ എന്താ ഒരു മാറ്റം തോന്നിയത്? നല്ല മാറ്റം തോന്നി. കണ്ണൂരെ ഭക്ഷണവും ഇവിടുത്തെ ഭക്ഷണവും ഒക്കെ വ്യത്യാസമില്ല? വ്യത്യാസമുണ്ട്. ഏറ്റവും കൂടുതൽ വ്യത്യാസമുള്ളത് സാമ്പാറൊക്കെ വ്യത്യാസമില്ലേ? വ്യത്യാസമുണ്ട്. പല കറി വ്യത്യാസമുണ്ട്. മീൻകറിയിൽ എന്താ കണ്ണൂരും ആലപ്പുഴയും തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ മുളകിലിട്ടാണ് കറി വെക്കാറ്, അവർ തേങ്ങ അരച്ചാണ് വെക്കാറ്. ആ വ്യത്യാസം. ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? തേങ്ങ അരച്ചതോ മുളകിട്ടതോ? തേങ്ങ അരച്ചതാ. അത് ശരി. മരുമോളുടെ വീട്ടിലെയാണ് ഇഷ്ടപ്പെട്ടത്. അത് കൊള്ളാലോ. അപ്പൊ മരുമോളുടെ ഭക്ഷണമൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. സൂപ്പറായിട്ട് വെക്കും. സ്നേഹമാണ് മരുമോളുമായിട്ട് അല്ലേ? അപ്പം ഇത് എത്ര മക്കളാ ഉള്ളത്? 2 മക്കള്. എന്താ കണ്ണൂരിൽ നിന്ന് വരുന്നത് കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ നിലപാടൊക്കെ വ്യക്തമായിരിക്കുമല്ലോ? അങ്ങനൊന്നും ഇല്ലേ? എന്നാൽ ഇവിടെ വോട്ട് അവിടെയാണോ ഇവിടെയാണോ? ഇവിടെയാണ് വോട്ട്. ഇപ്പൊ എത്ര കാലമായി ഇവിടെ വന്നിട്ട്? 9 വർഷമായി. 9 വർഷത്തെ സംതൃപ്ത ദാമ്പത്യത്തിന്റെ നിറവിലാണ് നിൽക്കുന്നത്. അപ്പം KC-യോ ആരിഫോ എന്താ ഒരു സാധ്യത? ആരിഫിന് സാധ്യതയുണ്ട്. ഇവിടെ എന്താ സാധ്യത? നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് സന്തോഷമായിട്ടിരിക്കുന്ന കുടുംബത്തിൽ രാവിലെ വന്ന് കയറി രാഷ്ട്രീയം പറഞ്ഞ് വിഷമിപ്പിക്കാനിടെ എന്നാണ്. കുഴപ്പമില്ല. ഇതൊക്കെ ഒരു രാഷ്ട്രീയ. ഞങ്ങൾ അപ്പുറത്ത് ജോസി ചേട്ടൻ്റെയും സൂസൻ ചേച്ചിയുടെ വീട്ടിൽ പോയി. അവർ രണ്ടുപേരും 2 പാർട്ടിക്കാരാണ്. പക്ഷെ വളരെ സന്തോഷകരമായൊരു കുടുംബമാണ്. എനിക്കൊന്ന് ആർക്കെങ്കിലും പെരുന്നാൾ വരുമ്പോഴാണ് ഇവിടെ മൊത്തം ഉത്സവമാവുന്നത്. പെരുന്നാളിന് ഭയങ്കര ചിലവാണ് സാർ ഇവിടെ. ആണല്ലേ? ഒരു വീട്ടിൽ 50,000 രൂപ ചിലവാകും. 50,000 രൂപ ചിലവാകുമോ? അതെങ്ങനെ ചിലവാകും? ഒരുപാട് വിരുന്നുകാരെല്ലാം പറഞ്ഞ അർത്തുങ്കൽ അല്ലേ? അർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാൾ 9 വർഷമായിട്ട് കൂടുന്നുണ്ട്. ഗംഭീരല്ലേ? ഉഷാറല്ലേ? പെരുന്നാളിന്റെ കത്തിരിക്ക. മോൾ ഏത് ക്ലാസ്സിലായിരുന്നു പഠിച്ചേ? 2. ഇനി 3ലേക്കോ 2ലേക്കോ? ഇനി 3ലേക്ക്. പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ ചെയ്യാൻ പോണേ? കളിക്കാൻ പോവാണ്. പാട്ടൊക്കെ പാടുമോ നിങ്ങൾ? ഇവർ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ആരും പാട്ട് പാടുന്നില്ല. ഓക്കെ. കളിക്കാനൊക്കെ പോകുന്നവരാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അർത്തുങ്കലിലാണ് നിൽക്കുന്നത്. കണ്ണൂരിൽ അഴീക്കലിൽ നിന്നാണ് നമ്മളിപ്പോൾ എത്തിയ ഒരാളെയാണ് നമ്മളിപ്പോൾ കണ്ടത്. വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുള്ളവരൊക്കെ നമ്മൾ കണ്ടു. നമ്മളിവിടെ വന്നതൊരു നോട്ടീസ് കൊടുക്കാനും കൂടിയാണ്. ആ നോട്ടീസ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ എല്ലാവരും നിങ്ങൾ വോട്ട് ചെയ്യും. എല്ലാ വർഷവും വോട്ട് ചെയ്യാൻ പോയിട്ടില്ലേ? അപ്പോൾ ഇത്തവണ വോട്ട് ചെയ്യാൻ പോകണം എന്ന് പറയാൻ വന്നതാണ്. രാവിലെ പോയി വോട്ട് ചെയ്യും. 7 മണിക്ക് ഫസ്റ്റ് ക്യൂവിന് നോട്ടി അല്ലേ? അപ്പോൾ രാവിലെ വോട്ട് ചെയ്ത് പോലും. അപ്പോൾ നമുക്ക് അത്രയും വോട്ട് കൊടുക്കാനുള്ള ഒരു പൗരധർമ്മമുള്ള ഒരു വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത്തവണ നിങ്ങൾ വോട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. അത് വോട്ട് ചെയ്യണം എന്ന് പറയാൻ വേണ്ടി വന്നത്. ഒരു കടലാസും കൂടെ നമ്മുടെ കണ്ണൂരിൽ നിന്നെത്തി നമ്മുടെ അടുത്ത വോട്ടർക്കും. ഭർത്താവ് ഏത് പാർട്ടിയാണ്?
ഭർത്താവ് അറിയാൻ പാടില്ല. ഭർത്താവ് അറിയാൻ പാടില്ല, ഇതുവരെ അതൊന്നും പറഞ്ഞിട്ടില്ല. ഈ രഹസ്യങ്ങളുടെ കൂട്ടത്തിൽ ഇതൊന്നും പങ്കുവെച്ചിട്ടില്ല. അപ്പോൾ എല്ലാം പങ്കുവെച്ച കൂട്ടത്തിൽ രഹസ്യങ്ങളിൽ വോട്ട് രഹസ്യം പങ്കുവെച്ചിട്ടില്ല അല്ലേ? അപ്പം എന്തായാലും പുള്ളിക്കാരി തുറന്ന് പറഞ്ഞു കണ്ണൂർ അഴീക്കലിൽ നിന്നാണ് ആരിഫിനാണ് സാധ്യത എന്ന് പറയുന്നു. പക്ഷേ മണ്ഡലത്തിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള ഒരു കുടുംബത്തിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരുണ്ട്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷം. ഭക്ഷണമൊക്കെ കഴിച്ചോ? അപ്പോൾ ശരി. അപ്പോൾ നമ്മൾ മാങ്ങയുമായി നമ്മുടെ യാത്ര ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വിട്ടാലോ?